ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചിന്താമണി ചിക്കനാണ് ഗൈസ്. ചിന്താമണി ചിക്കൻ നമുക്ക് കേരളത്തിലല്ല തമിഴ്നാട്ടിലെ ഒരു മെയിൻ ഡിഷാണ് ചിന്താമണി ചിക്കൻ. അത് സാധനം നമുക്ക് തോനായിട്ടൊന്നുമില്ല, മസാല കാര്യങ്ങളൊന്നുമില്ല. നാടൻ കോഴി, കൊച്ചുള്ളി, മെയിൻ ഐറ്റം ഇതാണ്. വറ്റലുമുളക് നമുക്ക് കുരു കളഞ്ഞെടുത്ത് അതാണ് മെയിൻ ഐറ്റം. ഈ 3 ഐറ്റമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് നല്ലെണ്ണ എന്ന് ചേർത്ത് കൊടുക്കണം. നല്ലെണ്ണയാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. നല്ലെണ്ണ എന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പെരിഞ്ചീരകം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റലുമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. വറ്റലുമുളക് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കൊച്ചുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ അരിഞ്ഞു വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഏകദേശം പണിയെല്ലാം ഒതുങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടയ്ക്കുന്ന വെള്ളം മാത്രം നോക്കിയാൽ മതി. ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തോനെ വെള്ളം നമുക്ക് ചേർക്കേണ്ട. അങ്ങനെ നമ്മൾ മസാലകളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത ചിന്താമണി ചിക്കൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മസാലകൾ ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഒരു പക്ക തമിഴ്നാടൻ ഡിഷ് അതാണ് നമ്മുടെ ചിന്താമണി ചിക്കൻ. അപ്പോൾ ഗൈസ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം നിങ്ങൾ ഇതേക്കുള്ള ഓരോ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക.